ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ആൽബം. എനിക്ക് തോന്നുന്നു 2018 എടുത്തു വെച്ചിട സംഭവമാണ്. പിന്നെ അതിന് ശേഷം ഞാനും കണ്ടിട്ടില്ല. ഇപ്പം തന്നെയാണ് ഞാനും ഓപ്പൺ ചെയ്യാൻ പോണത്. 2018 വെള്ളമൊക്കെ കയറിയപ്പോൾ അമ്മയുടെ അലമാരിൽ വെച്ചിരുന്നതാണ്. പിന്നെ അതന്ന് എടുത്തിട്ടില്ല. അത് കാരണം അതിപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ചിന്തുമോൾ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽബം. ഞാനും എനിക്ക് 2018 ശേഷം ഞാനും ഇപ്പം തന്നെയാണ് പിന്നെ കാണുന്നത്. ഇത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയാണ് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഏപ്രിൽ 8-നായിരുന്നു എൻഗേജ്മെൻറ്റ്. ഇതാണ് രാജേഷേട്ടൻ. ഇത് ഞാൻ അവിടെ ഇവര് വരുന്ന സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇതാണ്. ഇവിടുന്ന് കൊണ്ടുവന്നതാണ് ആ ഒരു പച്ച സാരി. നല്ല വർക്കുള്ള സാരി ആയിരുന്നു. എന്താ പറയുക, നല്ല വെയിറ്റാണ് ആ സാരി. ആദ്യമായിട്ട് ഞാൻ സാരി കൊടുത്തത്. ഇത് കല്യാണത്തിന് ശേഷമുള്ളൊരു ഫോട്ടോ അവരിടയിൽ വെച്ചേക്കുന്നതാണ്. ഫോട്ടോഷൂട്ടായിരുന്നു, കല്യാണത്തിന് ശേഷമുള്ളൊരു ഫോട്ടോഷൂട്ടിൻ്റെ. എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസാണ് ഗൈസ്. അച്ഛനമ്മ, അനിയൻ. വീട്ടിൽ നിന്ന് അവർ ഇറങ്ങുന്ന ഫോട്ടോയാണ്. പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ. അങ്ങനെ അവരവിടെ എത്തി. എല്ലാവരും പറഞ്ഞു അവരെത്തി എന്ന് പറഞ്ഞ സമയം തുടങ്ങി ഞാൻ അകത്ത് കിടന്ന് ഓട്ടമായിരുന്നു ഗൈസ്. പേടിച്ചിട്ട് കൈകാരൊക്കെ മുട്ടൊക്കെ കൂട്ടിയിടിക്കായിരുന്നു, അത്രയ്ക്ക് പേടിയായിരുന്നു. പിന്നെ അങ്ങനെ പിടിച്ചു നിന്നു. അങ്ങനെ സാരിയൊക്കെ കൈമാറി. പിന്നെ ആ ഒരു ഡ്രസ്സാണല്ലോ നമ്മൾ ധരിക്കുക. അപ്പോൾ ഓൾറെഡി ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു, നമുക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി എളുപ്പമായിരുന്നു. കാരണം ആ സാരി നല്ല വെയിറ്റ് ആയിരുന്നു. ആ സാരി ഞാൻ അന്ന് മാത്രമാണ് അത് ഉടുത്തിട്ടുള്ളൂ, പിന്നെ ഞാൻ ഉടുത്തിട്ടേ ഇല്ല. അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമൊക്കെ ആയി. ശരിക്കും കണ്ടാലറിയാം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചിരിച്ച് നിൽക്കുള്ളൂ. സത്യം ഇതിൽ കണ്ടാൽ ശരിക്കും അറിയാം അത്രയും ഇതായിട്ട് ചിരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ നല്ല ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ അങ്ങനെ നിന്നു. കല്യാണത്തിനും ഇതേപോലെ തന്നെയായിരുന്നു. ജസ്റ്റ് ചിരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. പിന്നെ ഇതാണ് ഫാമിലി. അച്ഛനമ്മ, അനിയൻ, അനിയത്തി. ഇപ്പൊക്കെ അത് കാണുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത്. അനിയൻ്റെ അനിയത്തിയുടെ കോലം കാണുമ്പോൾ ചിരി വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഫോട്ടോസ് ഒരുപാട് എടുത്തു. രാജേട്ടൻ ഒട്ടും ചിരിക്കുന്നുണ്ടായിരുന്നില്ല. ആൾ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ആൾ ഒട്ടും ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇതെന്താ ചിരിക്കാത്തതെന്നൊക്കെ ആയിരുന്നു എൻ്റെ ചിന്തകൾ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു ഫോണും കിട്ടി എനിക്ക്. അതായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം. അങ്ങനെ പിന്നെ കല്യാണമായി. ഒന്നും അധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നില്ല. അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസാണ് ഗൈസ്. മെയ് 27 കല്യാണം. എന്താ പറയുക, ഒരു സ്വപ്നം പോലെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും അങ്ങോട്ട് നല്ല രീതിയിലൊന്നും ആസ്വദിക്കാൻ പറ്റുമോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ രാജേഷേട്ടൻ്റെ ഫോട്ടോസാണ് ഇതൊക്കെ. പാപ്പനും മേമയും കുട്ടികളും ഒക്കെ ആയിട്ട് അവർ ഇവിടെ
ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ്. ഇതാണ് ഇവരുടെ യൂണിഫോം ആയിരുന്നത്, കസിൻസിൻ്റെ ബ്ലൂ കളറ്. അതാണ് നമ്മുടെ വീട്. പാലത്തിൻ്റെ ഇപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം, ബണ്ടാണ്. പിന്നെ ചെറിയൊരു പാലുണ്ട്. നല്ല രസമാണ് ആ ഒരു ഏരിയ കാണാനായിട്ട്, അടിപൊളിയാണ്. അങ്ങനെ ഞാൻ വന്നു. അങ്ങനെ എന്താണ്, അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ മുഖത്ത് ചിരി അവസരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതെൻ്റെ മാമൻ ഉണ്ടാക്കിയതാണ്, സ്വന്തം മാമൻ ഉണ്ടാക്കിയതാണ്. രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല, വെളുപ്പാങ്കാലം വരെ ഉറങ്ങാതെ ഉണ്ടാക്കിയത് അത്. അങ്ങനെ അവർ എന്താണ് ചെക്കൻ വരുമ്പോൾ എന്താ പൂവൊക്കെ ഇട്ട് കയറ്റുക, ആ പരിപാടികളൊക്കെയാണ്. അതിൻ്റെ ഫോട്ടോസാണ്. കണ്ണനാണല്ലോ ആങ്ങള കൈ പിടിച്ച് കൊണ്ടുവരുന്നതും, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ കാണുമ്പോൾ. അവ അത്രയും ചെറുതായിരുന്നു, എനിക്ക് തോന്നുന്നു 4-ലും 5-ലാന്ന് തോന്നുന്നു അവൻ പഠിക്കുന്നു. ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ടാസ്ക് ആയിരുന്നു, കാരണം നല്ല വെയിറ്റ് ആയിരുന്നു ആ ഒരു തളികയ്ക്ക്. എനിക്ക് ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നി. ആദ്യമായിട്ട് ഞാൻ സാരി ഉടുക്കുന്നത് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് തന്നെയാണെന്ന് തോന്നണേ. ഞാൻ അതിന് മുന്നേ ഒന്നും സാരി ഉടുത്തിട്ടില്ല, എനിക്ക് നടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല, ഒട്ടും കംഫർട്ടായിരുന്നില്ല സാരി ഉടുത്തിട്ട്. നമ്മൾ യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ നല്ല തിരക്കായിരുന്നു, ഹാളിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നല്ല തിരക്കായിരുന്നു. ഞങ്ങളുടെ ഒരു 11:45 ഞങ്ങളുടെ കെട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ടൈമും ആ ഒരു കെട്ടിൻ്റെ ടൈമൊക്കെ ഒരേ സമയം തന്നെയായിരുന്നു. അത്രയും നല്ല തിരക്കായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസാണിത്. വീഡിയോ ഉണ്ട്, പക്ഷെ അത് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ധനിയൻ, ആണ് ഇവിടുത്തെ ഫാമിലി. എൻ്റെ ഫാമിലി. അങ്ങനെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഗ്യാങ്. എൻ്റെ കൂട്ടുകാരിൽ ഇതെൻ്റെ ചേച്ചിമാർ, അമ്മായി, ഫാമിലി. കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ഫോട്ടോസാണിത്. ഞാൻ നോക്കിയപ്പോൾ അവിടെയുള്ള എല്ലാവരും കരയായിരുന്നു ഗൈസ്, പക്ഷെ ഞാൻ മാത്രം ചിരിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ഞാനിപ്പോൾ തന്നെ വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ സങ്കടം വന്നില്ല. ഞാൻ നോക്കുമ്പോൾ അവിടെ ചുറ്റി നിൽക്കുന്ന എല്ലാവരും കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. സത്യത്തിൽ മിന്നു പറഞ്ഞത് സ്വകാര്യമായിട്ട് വെറുതെ കരഞ്ഞ് മേക്കപ്പ് കളയണം. അങ്ങനെ ഞങ്ങൾ അളിയനും കൈയൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയില്ല, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തി. എൻ്റെ കൂടെ മാമൻ്റെ മോളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള ഫോട്ടോസൊക്കെയാണ്. പിന്നെ ഫങ്ഷനായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു ഫങ്ഷൻ. കാരണം എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു, പൊളിയായിരുന്നു, ശരിക്കും സൂപ്പറായിരുന്നു. ഞങ്ങളുടെ കോസ്റ്റ്യൂമും അടിപൊളിയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. ശ്രീകുട്ടി, ചക്കര, എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന്. അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 52 വിഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോയി, എൻ്റെ വീട്ടിലേക്ക് പോയി. ഇതായിരുന്നു ലാസ്റ്റ് പിക്ക്. കല്യാണത്തിന് ശേഷം എടുത്ത ഫോട്ടോ ഷൂട്ടാണിത്, അതിൻ്റെ ഫോട്ടോയാണ് അതിലുള്ളത്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആൽബത്തിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.